ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നത് എവിടെയാണെന്നറിയോ? സെറയുടെയും ഇവയുടെയും ഓപ്പൺ ഹൗസ് ആയിരുന്നു. ഏകദേശം ഞാനൊരു 10:30 ആയപ്പോൾ എത്തിയത് കൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് സെറയുടെ കവർ ചെയ്യാൻ പറ്റിയായിരുന്നു. സെറയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു 2 സബ്ജക്റ്റിന് 1 മാർക്ക് വെച്ച് പോയി, വേറെ എല്ലാത്തിനും ഫുൾ മാർക്ക് ഉണ്ട്. ഇവയുടെയാണ് ഇപ്പോൾ ഞാൻ ഇവയുടെ ക്ലാസ്സിലേക്ക് വന്നു. അപ്പം ഞാൻ വെയിറ്റിംഗ് ആണ്. ഒരു പാരൻറ്റ് ഒത്തിരി നേരമായിട്ട് ഡിസ്കസിങ് ആയിരുന്നു മിസ്സായിട്ട്. ഇവയ്ക്കാണെന്നുണ്ടെങ്കിൽ മാത്സിന് കുറവാണ്, വേറെ എല്ലാത്തിനും അത്യാവശ്യം നല്ല മാർക്കുണ്ട്. അവർ പതുക്കെ ഗ്രാജുവലി അവർ ഓക്കെ ആയിക്കോളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വേറൊന്നല്ല, 9th മാത്സ് നല്ല ടഫാണ്. ട്യൂഷൻ ഞാൻ സൈലം കൊടുത്തിട്ടേ ഉള്ളൂ. ഓൾറെഡി സൈലത്തിൽ ഒത്തിരി പോർഷൻസ് എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവൾ റെക്കോർഡഡ് ക്ലാസ് ആണ് കേൾക്കുന്നത്. പക്ഷേ കഴിഞ്ഞ എക്സാമിനെക്കാട്ടിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പതിയെ റെഡി ആയിക്കോളും. നമ്മളും മാത്സ് ഒക്കെ പഠിച്ചു വന്നതല്ലേ. 9th മാത്സിനൊക്കെ തോറ്റു വരെ പോയിട്ടുണ്ട്, മെയിൻ എക്സാമിനല്ല ക്ലാസ് ടെസ്റ്റിനൊക്കെ. അന്നേരം പക്ഷെ നമ്മുടെ കുട്ടികൾ അങ്ങനെയൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ പതിയെ ആയിക്കോളും. പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മാത്സ് എന്ന് പറഞ്ഞ വിഷയം ഇത്തിരി ടഫാണല്ലോ. അപ്പം നമ്മളവർക്ക് സമയം കൊടുത്ത് പഠിക്കട്ടെ എന്ന് ഞാനും കരുതി, അത്രയേ ഉള്ളൂ. ഇത് വന്നിട്ട് നമ്മളുടെ അവിടെ ഒരു ബുക്ക് ഫെയർ ഉണ്ടായിരുന്നു ഇന്ന്. അന്നേരം ഇപ്പം കുറച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഓർക്കുവാണേ, നമ്മളിപ്പം കുട്ടികളെല്ലാവരും യൂട്യൂബ് വീഡിയോസും യൂട്യൂബിൽ സ്റ്റോറീസും അങ്ങനെയെല്ലാം അല്ലേ കാണുന്നത്. ഫോണിൽ ഒരുപാട് സ്റ്റോറീസ് വരുന്ന ആപ്ലിക്കേഷൻസും ഉണ്ട്. പിന്നെ സെറയ്ക്ക് കുഞ്ഞിലേക്ക് കൊക്കോമെലൺ ആയിരുന്നു ഇഷ്ടം. അതിലൂടെയായിരുന്നു ഈ മറ്റേ ഫെയറി ടെയിൽസൊക്കെ അവൾ കാണുന്നത്. പക്ഷേ ഇങ്ങനെ ബുക്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏറെക്കുറെ നല്ലതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു റീഡിങ് ഹാബിറ്റ്സ് കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം അവർ കാണുന്നുണ്ടെങ്കിൽ ആ ഫോൺ അഡിക്ഷനും കാര്യങ്ങളൊക്കെ മാറിയും കിട്ടും. ഇപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ചെറുതിൽ തൊട്ടിട്ട് ഫോൺ കൊടുക്കാണ്ട് ഇങ്ങനത്തെ ബുക്സ് വാങ്ങിച്ച് കൊടുത്താൽ മതിയായിരുന്നു എന്ന് ഓർക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് വാങ്ങിച്ചത് സ്പാർക്ലിംഗ് യൂണിക്കോൺ എന്ന് പറയുന്ന കോപ്പി കളറിംഗ് ആണ്. പക്ഷെ അവൾക്ക് വീട്ടിൽ വന്നപ്പോൾ അത്ര ഇഷ്ടമായില്ല. അവൾ എന്നോട് പറഞ്ഞു അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറെ ഒരു യൂണിക്കോണിൻ്റെ വേറൊരു ബുക്കാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ രക്ഷയില്ല, നമ്മൾ വാങ്ങിച്ചു പോയില്ലേ എന്ന് പറഞ്ഞു. ഒത്തിരി ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ, വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലത് മാത്രം മറ്റേ ഫിക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്യാവശ്യം റേറ്റൊക്കെ ഉള്ളത്. പക്ഷെ അതൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ലല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റീഡിങ് ഹാബിറ്റും ഒന്നും ഇല്ല കേട്ടോ. അതിനുള്ള സമയമില്ല. സമയം ഉണ്ടെങ്കിൽ അങ്ങനെ മെനക്കെട്ട് വായിക്കുന്ന ഒരു പ്രകൃതം ഒന്നും അല്ല. അപ്പോൾ ഞാൻ ഈ ബുക്സ് കണ്ടപ്പോൾ ഓർത്തു, നന്നേ ചെറുതിലോട്ട് ഫോൺ കൊടുക്കാണ്ട് ബുക്സ് കൊടുത്താൽ മതിയായിരുന്നു എന്ന് ഓർത്തു. അവൾക്ക് കുഞ്ഞു കുഞ്ഞു ബുക്സൊക്കെ ഉണ്ടായിരുന്നു, വെജിറ്റബിൾസ്. ഞാൻ കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ കാണിച്ചില്ലായിരുന്നു. പക്ഷേ അവൾക്ക് അതിലും കുറച്ചും കൂടി ഇഷ്ടം ഫോണും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് കളറിംഗ് ബുക്ക് പണ്ട് ഇഷ്ടമാണ് കേട്ടോ. അതായത് ചെറുതിലോട്ട് കളറിംഗ് ബുക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവയ്ക്കും ഞാനൊരു ചെറിയൊരു ബുക്ക് വാങ്ങിച്ചു. അതിനുശേഷം അവിടെ സ്കേറ്റിങ്ങിൻ്റെ ട്രെയിനിങ് ആണ്, എല്ലാ സാറ്റർഡേ ഉണ്ടാകും. കുട്ടികളെ ചേർത്തിട്ടില്ല, കാരണം നമ്മൾക്ക് കൊണ്ടുവന്ന ആക്കലും പിടിക്കലും ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം മറ്റു കുട്ടികളുടെ സ്കേറ്റിംഗ് ഇങ്ങനെ അവർ കോച്ച് ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ കാണുമായിരുന്നു. കുറച്ച് നേരം ഞാൻ നോക്കിയിരുന്നു. അതിനുശേഷം ഞാൻ നേരെ വന്നതെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിലേക്കാണ്. കുറച്ച് ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ ഹെയർ ആണെങ്കിൽ വളരെ തിന്നിങ് ഉണ്ട് എനിക്ക് നല്ല രീതിയിൽ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ തലയിൽ ഇങ്ങനെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ട് ഹെയർ ലോസ് ഉണ്ടായിട്ട് ഞാനിപ്പോൾ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ഹെയർ കട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാൻ കരുതി ഇന്നൊരു സെൽഫ് പാമ്പറിങ് ഡേ ആയിട്ട് അങ്ങ് കൊടുക്കാമെന്ന് കരുതി. കാരണം നമ്മൾ പൊതുവേ വീട്ടമ്മമാർക്ക് എപ്പോഴും ഒന്നിനും സമയം കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു ജോലി ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഇതിനെക്കാട്ടും സമയം എനിക്ക് കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റിയും കൂടെ നമ്മുടെ തലയിൽ വന്നുകൊണ്ട് നമ്മളുടേതായ കാര്യങ്ങൾക്ക് ഒന്നിനും സമയമില്ല. എന്നാലും മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യണം. അപ്പം ഞാൻ കരുതി എന്തായാലും ഇന്നൊരു ദിവസം കാരണം എന്തായാലും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഏകദേശം ഓക്കെ ആക്കി വെച്ചിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും പുറത്തിറങ്ങിയതല്ലേ, ഹെയർ കട്ട് ചെയ്തിട്ടൊക്കെ പോവാമെന്ന് കരുതി. ഇല്ലെങ്കിൽ അത് നടക്കില്ല. അന്നേരം ഞാൻ അവിടെ കയറി. എനിക്ക് വളരെയധികം എന്താ പറയുന്നത്, കംഫർട്ടായിട്ടുള്ള ഒരു സലൂണാണ്. ഞാൻ കാക്കനാട് സലൂണിലല്ല പോയത് കേട്ടോ. ഞാൻ നമ്മുടെ പൂക്കാട്ടുപടി തന്നെയാണ്. കാക്കനാട് പോകാനുള്ള നേരം എനിക്ക് എന്നിട്ടും കിട്ടിയില്ല. അങ്ങനെ അത്യാവശ്യം ഇത് അവിടുത്തെ മെയിൻ ഹെയർ സ്റ്റൈലിസ്റ്റാണ്. അപ്പം അവിടുത്തെ മെയിൻ ആളാണ്. അപ്പോൾ ചേച്ചി തന്നെയാണ് എനിക്കെല്ലാം ചെയ്ത് തന്നത്. അപ്പം എനിക്ക് ചേച്ചി ഹെയർ കട്ട് ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന വേറെ ഒന്നല്ല, അവിടെ അല്ലാത്ത ഡിസ്റ്റർബൻസും ഒച്ചയും ബഹളം കാര്യങ്ങളും പാട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനൊരു വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത്. ഞാൻ കട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ലെയറാണ് ഞാൻ കട്ട് ചെയ്തത്. അതായത് എൻ്റെ മുടി ഓൾറെഡി ലെയർ കട്ടിങ് ആയിരുന്നു. അപ്പോൾ ഒന്നുകൂടെ അത് തന്നെ ആ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒത്തിരി
ബാക്കിൽ ഇങ്ങനെ വളർന്നിരിക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഒന്ന് ഹെയർ വാഷൊക്കെ ചെയ്തതിന് ശേഷമാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ആകെ ആരും ഇല്ലായിരുന്നു. അതിന് ശേഷം പിന്നെ അവിടുത്തെ കസ്റ്റമേഴ്സൊക്കെ വന്നു തുടങ്ങി. പക്ഷേ അവിടെ വേറെ സ്റ്റാഫും ഉണ്ട്. അവിടെ പാർലറിൽ മറ്റു കുട്ടികൾക്ക് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പം ട്രെയിനേഴ്സിനെയും കൊണ്ട് അങ്ങനെ ചേച്ചി ഹെയർ കട്ടിങ്ങോ ത്രെഡിങ്ങോ ഒന്നും ചെയ്യിക്കാറില്ല. പക്ഷേ അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിക്കാറുണ്ട്. അപ്പം അതിനുശേഷം എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. വെട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഞാൻ കയറ്റി വെട്ടിക്കോളാൻ പറഞ്ഞു. കാരണം ലെങ്ത്ത് പെട്ടെന്ന് വെക്കും, എനിക്ക് അധികം വോളിയം ഇല്ലെങ്കിലും ലെങ്ത്ത് വെക്കും. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കാര്യമായിട്ട് തന്നെ വെട്ടിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം ഞാൻ സെറക്കി വാങ്ങിച്ച വേറൊരു ബുക്ക് ഇതായിരുന്നു, പെൻസിൽ മാജിക് എന്ന് പറഞ്ഞ ബുക്ക്. എന്തെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇങ്ങനത്തെ ബുക്സൊക്കെ കാണുമ്പം വാങ്ങാൻ തോന്നും. 100 രൂപയോ 90 രൂപയോ എന്തോ ആയിരുന്നു. വേറെ ഒന്നും അറിയാം, നമ്മൾ വെറുതെ പെൻസിൽ കൊണ്ട് ആ പേജിൽ വരച്ചാൽ മതി. അപ്പം ഒരു പിക്ചർ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് സംഭവം. അതാണ് സെറ വരച്ച് കാണിക്കുന്നത്. സെറയ്ക്ക് വാങ്ങിച്ച ബുക്സിൽ ഇഷ്ടമായത് മാത്രമാണ്. മറ്റ് ബുക്ക് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞു നീ അത് എടുക്കരുത്, നമുക്ക് ഇവയ്ക്ക് തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഇവയ്ക്ക് കൊടുത്തു. കാരണം അവൾ പറഞ്ഞു അവൾ വിചാരിച്ച ബുക്കല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോൾ ഇതുപോലും കിട്ടാത്ത എത്രയോ പേരുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊച്ചിൻ്റെ അടുത്ത് കുറച്ച് സാരോപദേശം ഉപദേശിച്ചു. പക്ഷേ കാര്യമില്ലല്ലോ, ഇപ്പോഴത്തെ കുട്ടികളോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുല്ലുവില്ല. അങ്ങനെ ഞാൻ പിന്നെ ഈ ബുക്ക് അവൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഇത് അവൾക്ക് കൊടുത്തു. ഇതാണ് ഞാൻ പിന്നെ സെക്കൻഡറി ആയിട്ട് അവൾക്ക് വാങ്ങിച്ചത്. പക്ഷേ സെക്കൻഡറി ആയിട്ട് വാങ്ങിച്ച ബുക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ബുക്കല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി വേണ്ട, അത് ഇവ എടുത്തോട്ടെ, ഇവ എന്തായാലും റിട്ടേൺ ചെയ്യാൻ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. കാരണം അവർ ബുക്ക് ഫെയറിന് വന്നിരിക്കുന്ന ടീം ഈ ഒരു ഡേയിലേക്ക് വേണ്ടി വന്നിരിക്കുവാണ്. അപ്പോൾ പറയുവാണ് അമ്മ ഞാൻ ഇതല്ല എക്സ്പെക്റ്റ് ചെയ്തത്, എനിക്കിതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, നമുക്ക് മോൾ മറ്റേ ബുക്ക് വെച്ച് യൂസ് ചെയ്തോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഏകദേശം ഒരു 2 o'clock ആയി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടായിരുന്നു ഞാൻ പോയത്. എന്നിരുന്നാൽ ഇത്തിരി ലേറ്റ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കൊടുക്കാൻ നിന്നില്ല, കാരണം പിന്നെ ചോറും ഭക്ഷണമൊന്നും കഴിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ കരുതി വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ വറുത്തിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടെന്ന് തോന്നുന്നു ഫ്രിഡ്ജിൽ, അത് കുഴിച്ചിട്ട് കഴിക്കാമെന്ന് കരുതി കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും. പിന്നെ അതിന് ശേഷം ഇത് വാങ്ങിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ബെസ്റ്റ് ഓഫ് ഹൊറർ സ്റ്റോറീസ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇങ്ങനത്തെ സ്റ്റോറീസൊക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഭയങ്കര പേടിയാണ് താനും കേട്ടോ. ഇതൊക്കെ വായിച്ചിട്ട് പേടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാലത്തെ ഹോബി. ഇപ്പോൾ ഇതൊക്കെ വായിക്കാനുള്ള സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവയോടും വായിച്ചോളാൻ പറഞ്ഞു. എന്തായാലും ഞാൻ വായിച്ചില്ലെങ്കിൽ ഇവ വായിച്ചോളും, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഈ 3 ബുക്കുകളാണ് വാങ്ങിച്ചത്. ഹൊറർ സ്റ്റോറീസ് വാങ്ങിച്ചു, പെൻസിൽ മാജിക് വാങ്ങിച്ചു, പിന്നെ എന്നിട്ട് സ്പാർക്ലിംഗ് യൂണിക്കോൺ. ഈ 3 ബുക്കാണ് വായിച്ചത്. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ വലിയ ചീപ്പ് റേറ്റ് ആയിരുന്നു. ഏകദേശം വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബുക്സ് ഉണ്ടായിരുന്നു. അത് പിന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ആരും വാങ്ങുന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മളുടെ ഡെൽഫ്രോസിൽ നിന്ന് വന്നിട്ട് ഒരു മാരിനേറ്റഡ് ബോൺലെസ് ചില്ലി ചിക്കൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇവർക്ക് ഇഷ്ടമാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം ഒരു 240 ആണ്. ഇടയ്ക്ക് കൊടുക്കാമല്ലോ, അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. ചിക്കൻ ഏകദേശം തീരാറായി. ലാസ്റ്റ് എൻ്റെ ഫ്രിഡ്ജിലിരുന്നത് ഞാൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചു. പിന്നെ നമ്മളുടെ ഹോൾ ചിക്കനും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. പിന്നെ അത്യാവശ്യം വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് വെജിറ്റബിൾസ് ആസ് യൂഷ്വൽ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പാല് വാങ്ങിച്ചു, കുറച്ച് മുട്ട വാങ്ങിച്ചു കേട്ടോ. പക്ഷേ സങ്കടമുണ്ട്, മുട്ട പൊട്ടിപ്പോയി. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ മറ്റേ പൂക്കാട്ടുപടിയിൽ ഹെയർ കട്ടിങ്ങിനൊക്കെ പോയത്. അപ്പോൾ എന്തോ പൊട്ടിപ്പോയി, അത്രയേ ഉള്ളൂ. സാരില്ല, അത് എന്ത് പറയാനാ. അപ്പം അത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് നമ്മളുടെ തേൻ മിഠായി എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ദേഷ്യമുള്ളൊരു സംഭവമാണിത്. വാങ്ങിച്ച് തരാൻ പുള്ളി എല്ലാം വാങ്ങിത്തരും, പക്ഷെ ചില കാര്യങ്ങൾ പുള്ളി എനിക്ക് വാങ്ങിത്തരാറില്ല. എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചാലൊക്കെ വാങ്ങിത്തരും. പക്ഷെ ഞാനിത് ഇപ്പം ഇന്ന് വാങ്ങിച്ചു, കുറേ നാളായി കഴിച്ചിട്ട്. പുള്ളി പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും ഒട്ടും കൊള്ളില്ല എന്നൊക്കെയാണ്. ആയിരിക്കാം. എന്നിരുന്നാലും നമ്മളെല്ലാം ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ തന്നെ അല്ലല്ലോ കഴിക്കുന്നത്. നല്ല ലേബലിലൊക്കെ എത്രയോ മാട്ട പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. സോറി സാം ഫോർ ദിസ് ടൈം. ഓക്കെ ബൈ. നമ്മളുടെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫോ എന്നൊക്കെ പറയാം അല്ലേ, അതിവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ രാത്രി വരെ നിൽക്കാൻ പറ്റാത്ത അത്ര പണികളുണ്ട്. ഞാൻ കരുതി എന്തെങ്കിലും ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം രാവിലെ കാര്യമായിട്ടൊരൊന്നും കഴിച്ചിട്ടില്ല, ചോറാണ് കഴിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി, അല്ലെങ്കിൽ ചിക്കൻ വറുക്കാം എന്ന് കരുതി. വേറെ ചിക്കൻ ഓൾറെഡി മാരിനേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ചിക്കൻ വറുക്കാം എന്ന് കരുതി. അപ്പം അത്രയൊക്കെ ഉള്ളൂ.
അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിലും പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ബൈ ബൈ, സി യു, ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ. ബൈ ബൈ.